നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. SP ശശീന്ദ്രൻ നേരിട്ട് ഹാജരായാണ് നാലാമത്തെ ഇടക്കാല റിപ്പോർട്ട് നൽകുക. ഡിസംബർ 3-ന് കേസ് പരിഗണിച്ച കോടതി CPM നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള മെല്ലെപ്പോക്കിനെ വിമർശിച്ചിരുന്നു. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയർത്തിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാർ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങളും കോടതി കൈമാറും. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച അന്തർ സംസ്ഥാന പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ശബരിമല കേസുമായി ബന്ധമുണ്ടോ എന്ന പരിശോധനയും നടത്തിയിരുന്നു. ചെന്നൈ വ്യാപാരി D മണിയെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങളും കോടതിക്ക് കൈമാറും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N പ്രശാന്തിനെയും ചോദ്യം ചെയ്ത വിവരങ്ങളും കോടതിയിൽ കൈമാറും. ജനുവരി 17 വരെയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിലവിൽ SITക്ക് അനുവദിച്ച അവസാന സമയം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജി 2019 ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിന് ഒഴിവാക്കിയെന്നും കോടതി ചോദിച്ചിരുന്നു. ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ല എന്ന് കോടതി ചോദിച്ചിരുന്നു. മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം. തനിക്കെതിരെ കോടതി നടത്തിയ ഈ പരാമർശങ്ങൾ തന്റെ ഭാഗം കേൾക്കാതെയാണ് എന്നും ഇതിനാൽ പരാമർശം നീക്കണമെന്നുമാണ് ശങ്കർദാസ് സുപ്രീം കോടതി അഭിഭാഷകൻ A കാർത്തിക് മുഖാന്തരം നൽകിയ ഹർജിയിൽ പറയുന്നത്. ഏതായാലും ശബരിമല മകരജ്യോതി ദർശനത്തിനായുള്ള വ്യൂ പോയിന്റുകളിൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ പറഞ്ഞു. മകരവിളക്ക് തിരുവാഭരണ ഘോഷയാത്ര മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗീകൃതമല്ലാത്ത വ്യൂ പോയിന്റുകൾ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കില്ല. വ്യൂ പോയിന്റുകളിലും അപകട സാധ്യതയുള്ള വഴികളിലും സുരക്ഷാ വേലി സ്ഥാപിക്കും. അപകടകരമായി നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ച് മാറ്റും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും. പന്തളം ക്ഷേത്രത്തിൽ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും. തിരുവാഭരണം കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ വഴിവിളക്ക്, കുടിവെള്ളം, ബയോ ടോയ്ലറ്റ് തുടങ്ങിയവ ഉറപ്പാക്കും. എക്സൈസ് പരിശോധനയും ശക്തമാക്കും. മഫ്തിയിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിക്കും. വലിയാനവട്ടത്ത് നിന്ന് സന്നിധാനത്തേക്ക് തിരുവാഭരണ വാഹകർക്ക് തടസ്സം കൂടാതെ കടന്നു പോകുന്നതിന് ക്രമീകരണം ഉണ്ടാകും. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയോജിതമായി ഗതാഗതം നിയന്ത്രിക്കും. വ്യൂ പോയിന്റുകളിൽ ദേവസ്വം ബോർഡ് അനൗൺസ്മെന്റ് നടത്തി നിർദ്ദേശങ്ങൾ നൽകും. വ്യൂ പോയിന്റുകളിലും ഘോഷയാത്ര സംഘത്തോടൊപ്പം ആംബുലൻസ് അടക്കം മെഡിക്കൽ ടീം ഉണ്ടാകും. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന ജനുവരി 12-ന് കുളനട ആരോഗ്യ കേന്ദ്രം വൈകിട്ട് 6 വരെയും തിരുവാഭരണം കടന്നുപോകുന്ന ദിവസങ്ങളിൽ ചെറുകോൽ, കാനേറ്റുകര, വടക്കശ്ശേരി, റാന്നി, പെരുന്നാട് ആരോഗ്യ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനായി സ്വകാര്യ ആശുപത്രികളും സജ്ജമാകും. മകരവിളക്ക് ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കും. തിരുവാഭരണ പാതയിൽ എലിഫന്റ് സ്ക്വാഡുകളെയും റാപ്പിഡ് റെഡ് സ്പോർട്സ് ടീമിനെയും വനംവകുപ്പ് നിയോഗിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇടത്താവളത്തെ പടവുകൾ വൃത്തിയാക്കി അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും. ലൈഫ് ഗാർഡിനെയും വിന്യസിക്കും. മകരവിളക്കിനോടനുബന്ധിച്ച് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTC അധിക സർവീസ് നടത്തും. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന ദിവസം പന്തളത്തേക്കും അധിക സർവീസുകൾ ഉണ്ടാകും. മകരദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന തീർത്ഥാടകർക്കായി അധിക ദീർഘദൂര സർവീസും ക്രമീകരിക്കും. ഫയർഫോഴ്സ്, സ്കൂബ ടീം സജ്ജമാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അനധികൃത പാർക്കിംഗ് തടയും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജനുവരി 7-ന് വ്യൂ പോയിന്റുകളിൽ സംയുക്ത സുരക്ഷാ യാത്ര സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുമുണ്ട്.